ഹലോ, എല്ലാവർക്കും നമ്മുടെ CUT/MSW ഡിസ്കഷൻ സെഷന്റെ പാർട്ട് 3 സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അത് പോയിട്ട് വാച്ച് ചെയ്യുക. പിന്നെ അതുപോലെ എന്താണ്, നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു സെഷനിൽ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെഷനിലോട്ട് കടക്കാം. യെസ്, നമ്മുടെ ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. യെസ്, പൊളിറ്റിക്കൽ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നൊരു യൂണിറ്റ് ഉണ്ട് CUT/MSW സിലബസിൽ. പൊളിറ്റിക്കൽ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ലോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ ഒന്ന് നിശ്ചയിച്ച് നോക്കുക, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ പോസ് ചെയ്തിട്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യന് വിശദീകരിക്കാം. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഫണ്ടമെന്റൽസ് ഓഫ് ദി ഗവേണൻസ് ഓഫ് ദ കൺട്രി എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ A, B, C, D കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണനിർവഹണത്തിന് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് വരുന്ന ഒരു ഒരു കാര്യം ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ നാട് ഭരിക്കുന്നതിന് അല്ലെ, ഫണ്ടമെന്റൽസ് ഓഫ് ദി ഗവേണൻസ് ഓഫ് ദ കൺട്രി, അതിന് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് വരുന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിക്കുന്നത്. അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണോ, DPSP ആണോ? അതല്ല, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് രണ്ടും കൂടി ഒരുമിച്ച് വരുന്നതാണോ ചോദിക്കുന്നത് അല്ലേ. എന്താണ് ആൻസർ? എന്താണ്? DPSP ആണ് ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ, കാരണം ഇതൊക്കെ എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്ന കീ പോയിന്റ്സ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. യെസ്, പാർട്ട് 4ലാണ് എന്താവുന്നത്, DPSP. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 4ലാണ് DPSP കുറിച്ച് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്താണ് DPSP എന്ന് പറഞ്ഞുതരാം. DPSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു പോളിസീസ് അല്ലെങ്കിൽ ഒരു സ്കീംസ്, ലോ, അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഗവൺമെന്റ് നടപ്പിലാക്കണമെങ്കിൽ ഗവൺമെന്റ് ഒരു ഗൈഡായിട്ട് കാണുന്നത് എന്തിനെയാണ്? DPSP ആണ്. ആർട്ടിക്കിൾ 36 to 51 വരെയാണ് DPSP ഉള്ളത്. ഈ ആർട്ടിക്കിൾ 36 to 51 വരെയുള്ള ഈ ആർട്ടിക്കിൾസിനെയാണ് ഗൈഡായിട്ട് കണ്ടിട്ടാണ് ഈ സ്റ്റേറ്റ്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു പോളിസീസ്, ഒരു സ്കീംസ് ഒക്കെ കൊണ്ടുവരാണ് ഇതിന് ഗൈഡായിട്ട് കാണും. സോ DPSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് നമ്മുടെ ഭരണഘടനയിൽ. സോ ആർട്ടിക്കിൾ 36 to 51 ആണ് DPSP വരുന്നത്. പാർട്ട് 4ലാണ് വരുന്നത്, മനസ്സിലാക്കുക. യെസ്, പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3ലാണ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ പഠിച്ചു വെക്കുക എന്നുള്ളത്. ആർട്ടിക്കിൾ 12 to 35 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പാർട്ട് 4A വരുന്നത് അല്ലേ. പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. എല്ലാവർക്കും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ പഠിച്ചു വെക്കണം. നമുക്ക് എക്സാം ഓറിയന്റഡ് മസ്റ്റ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വരുന്നതായിരിക്കും. സോ അപ്പൊ നമ്മൾ ഇതിൽ പഠിച്ചത്, ഇതിൽ DPSP എന്താന്ന് മനസ്സിലാക്കി. DPSP പാർട്ട് 4ലാണ് വരുന്നത് മനസ്സിലാക്കി. ആർട്ടിക്കിൾ 36 to 51 വരെയാണ് DPSP വരുന്നത് മനസ്സിലാക്കി അല്ലെ. ഇനി നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 36 to 51 വരെയുള്ള ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഈ 36 to 51 നിങ്ങളായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആർട്ടിക്കിൾ 14 ചിലപ്പം ചോദിക്കും അല്ലെ. അല്ലെങ്കിൽ ആർട്ടിക്കിൾ 39 ചോദിക്കും. ഫ്രീ ലീഗലൈഡ് ആണ് ആർട്ടിക്കിൾ 39. ആർട്ടിക്കിൾ 40 ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് വരുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 44 വരുന്നുണ്ട്. അങ്ങനെയുള്ള ഏത് ആർട്ടിക്കിളും ഇതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് എക്സാമിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സോഷ്യൽ സെക്യൂരിറ്റി മെഷർ ഇൻ ഇന്ത്യ? കുറച്ച് ആക്ടുകൾ തന്നിട്ടുണ്ട്, പോസ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ സെക്യൂരിറ്റി അല്ലെ. സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ കൺസെപ്റ്റ് മനസ്സിലാക്കണം. സോഷ്യൽ സെക്യൂരിറ്റി അല്ലെ. അപ്പം ഈ പറയുന്ന ആക്ടുകളിൽ സോഷ്യൽ സെക്യൂരിറ്റിയിൽ പെടാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഒന്ന് സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട്
എന്താണ് ചില ആക്ടുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ലൈഫ് സെക്യൂർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു ഇൻഷുറൻസ് ബേസിലായിരിക്കും സെക്യൂർ ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്കീമിലൂടെ അങ്ങനെ അങ്ങനെ നമ്മൾ ലൈഫ് സെക്യൂർഡ് ആക്കാനുള്ള പരിപാടികൾ ചെയ്യാനാണ്. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഈ നാല് ആക്ടുകൾ നോക്കുക. എന്നിട്ട് ഇതിൽ ഏതാണ് സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി അല്ലാതെ നിർമ്മിക്കപ്പെട്ടുള്ള ഒരു ആക്ട് ജസ്റ്റ് നോക്കുക. ദി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ആണോ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ആണോ? യെസ്. കറക്റ്റ് ആൻസർ എന്താണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ആണ് അല്ലെ, 1947 വന്നിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓർഗനൈസേഷനിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയിൽ എന്താണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഡിസ്പ്യൂട്ട്സ്, സ്ട്രൈക്ക്, ആളുകൾ തമ്മിൽ, കമ്പനിയിലെ മുതലാളിയും തൊഴിലാളികളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഡിസ്പ്യൂട്ട്സ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 വരുന്നത് കാര്യമായിട്ട്. സോ അതെന്താണ്, ഒരു സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ബാക്കിയുള്ളത് നോക്കിയേ. യെസ്, ബാക്കിയുള്ള ആക്ടുകൾ നോക്കി. വർക്ക്സ്മാൻ കോമ്പൻസേഷൻ ആക്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1923 വന്നിട്ടുള്ളത് എന്തിനാണ്? ഇവിടെ ഈ ടാബിൾ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഇത് എന്താണെന്ന് ജസ്റ്റ് ഈ 4 ആക്ടുകൾ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ടും മനസ്സിലാക്കി പഠിച്ചു വെക്കുക. വർക്ക്സ്മാൻ കോമ്പൻസേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് വർക്ക്സ്മാൻ കോമ്പൻസേഷൻ, അവരുടെ കോമ്പൻസേഷൻ ആണ്. ആളുകൾക്ക് ഇഞ്ചുറി, ഡെത്ത്, അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ടായിരിക്കും, കോമ്പൻസേഷൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അടുത്ത ESI ആക്ട്. ESI നമുക്കറിയാം, ESI ഹോസ്പിറ്റല് അല്ലെങ്കിൽ എന്താണ് അല്ലെ, ESI ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അതുപോലെ അത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ മെഡിക്കൽ കെയർ, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ മെറ്റേണിറ്റി, പ്രസവാനന്തര ലീവ്, അതേപോലെ ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്സ്, അതുപോലുള്ള സമയത്തൊക്കെ ഇവർക്ക് എന്ത് ചെയ്യുക, ആനുകൂല്യങ്ങൾ, പൈസ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സെക്യൂർഡ് ആക്കുകയാണ് ഈ ആക്ടിലൂടെ ചെയ്യുന്നത്. അതുപോലെ എന്താണ് മൈൻസ് പ്രൊവിഡന്റ് ആക്ടിൽ സെയിം സാധനം തന്നെയാണ് വരുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ സെക്യൂർഡ് ആക്കുക എന്നുള്ള രീതിയിൽ. സോ ഈ 3 ആക്ടുകൾ എന്താണ്, വർക്ക്സ്മാൻ കോമ്പൻസേഷൻ ആക്ട് നമ്മൾ പറഞ്ഞു എന്താണ്, അവിടെയുള്ള ആളുകളെ ലൈഫ് സെക്യൂർഡ് ആക്കാനാണ്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് എന്താണ്, ESIയും അവരുടെ ലൈഫ് എന്താണ് സെക്യൂർഡ് ആക്കാനാണ്. മൈൻ പ്രൊവിഡൻസ് ആക്ടും അവരുടെ ലൈഫ് സെക്യൂർഡ് ആക്കാനാണ് വന്നിട്ടുള്ളത്. സോ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ആണ് ഇതിന് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന. ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അതിനെ സെറ്റിൽമെന്റ് ചെയ്യും, മുതലാളിയും തൊഴിലാളിയൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളെ സെറ്റിൽമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിന്റെ ആക്ട്. നോട്ട് സെക്യൂർ അല്ലെ, നോട്ട് എ സോഷ്യൽ സെക്യൂരിറ്റി. സോ ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ആണ്. അടുത്തത് ഒരു സൈക്കോളജിക്കൽ കൺസെപ്റ്റ് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗോർഡൻ ആൽപോർട്ട്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ഗോർഡൻ ആൽപോർട്ട് ഇൻ ഹിസ് തിയറി ഹാസ് കാറ്റഗറൈസ്ഡ് ട്രൈബ്സ് ഇൻടു വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഗ്രൂപ്പ്സ്. ഗോർഡൻ ആൽപോർട്ട് എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിന്റെ ട്രൈബ് തിയറിയിൽ ട്രൈറ്റിനെ 3 തരത്തിൽ തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഗോർഡൻ ആൽപോർട്ട് അദ്ദേഹത്തിന്റെ ട്രൈബ് തിയറിയിൽ 3 തരത്തിൽ ട്രൈറ്റിനെ തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻസ് നോക്കിയേ. യെസ്, കറക്റ്റ് ഓപ്ഷൻ ഈസ് കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിച്ചു നോക്കുക, എക്സാമിന് ചോദിക്കുന്ന, എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണത്. കാർഡിനൽ, സെക്കൻഡറി, സെൻട്രൽ. ഇത് ഓർഡർ അനുസരിച്ച് പഠിച്ചു വെക്കണം കേട്ടോ. ഓർഡർ അനുസരിച്ച് തന്നെ പഠിച്ചു വെക്കുക. ഇത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, ഈ തിയറിയിൽ എന്താണെന്ന് പറഞ്ഞുതരാം. യെസ്, ഈ തിയറി വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ട്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, സ്വഭാവം അല്ലെങ്കിൽ ഒരു സ്വഭാവ സവിശേഷത അങ്ങനെയൊക്കെ പറയില്ല, അതിനെയാണ് നമ്മൾ ട്രൈറ്റ് എന്ന് പറയാം. അപ്പൊ അതിനെ 3 തരത്തിൽ എന്താക്കിയിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ 3 തരത്തിൽ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്, സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതില് കാർഡിനൽ അല്ലെ, കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി, ഇങ്ങനെ 3 തരത്തിലാണ് പുള്ളി തരംതിരിച്ച് വെച്ചിട്ടുള്ളത്. ഈ ആദ്യം തന്നെ നമ്മൾ ഈ ഓർഡർ പഠിച്ചു വെക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കാർഡിനൽ എന്താന്ന് മനസ്സിലാക്കിയ, കാർഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വഭാവത്തിൽ ഡൊമിനന്റ് ദി പേഴ്സണാലിറ്റി അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് എല്ലാവർക്കും എന്താണ് എന്തെങ്കിലും ഒരു കാർഡിനൽ ആയിട്ടുള്ള ട്രൈറ്റ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ മദർ തെരേസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അൾട്രൂയിസം, കമ്പാഷൻ അല്ലെ, ഭയങ്കരമായിട്ടുള്ള എന്താണ് പാഷനേറ്റ് ആയിട്ട് പുള്ളിയിലെ എന്താണ് അല്ലെ, അവര് ഗാന്ധിജിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ
അവരെ ഡൊമിനന്റ് ആയിട്ട് കാണുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, എന്താണ് ആ ലീഡർഷിപ്പ്, കരിസ്മാറ്റിക് ആയിട്ടുള്ള സാധനം, ഗാന്ധി ചെയ്യുന്ന ആളുകളെ നയിക്കുക, മുന്നോട്ട് നയിക്കുക, അങ്ങനെ ഡൊമിനന്റ് ആയിട്ട് അവരിൽ ഇങ്ങനെ എടുത്ത് കാണുന്ന ആ ഒരു ക്യാരക്ടറെയാണ് നമ്മൾ കാർഡിനൽ എന്ന് പറയുക. സെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ക്യാരക്ടർ നമ്മൾ എല്ലാവരിലും കാണുന്ന സാധനമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കുക, ഹോണസ്റ്റ് കീപ്പ് ചെയ്യുക, അല്ലേ? നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ബേസിക് ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഒരു ബേസിക് ക്യാരക്ടർ, ഒരു ജനറൽ ക്വാളിറ്റീസ്. അതിനെയാണ് നമ്മൾ സെൻട്രൽ എന്ന് പറയാം. സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് സിറ്റുവേഷനിൽ ആളുകൾക്ക് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സെക്കൻഡറി എന്ന് പറയാം. ഒരു സ്പെസിഫിക് സിറ്റുവേഷനിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം അത് വരും. അതിങ്ങനെ എപ്പോഴും വരണമെന്നൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, എക്സാം ഹാളിലോട്ട് കയറുന്ന സമയത്തായിരിക്കും ആങ്സൈറ്റി കൂടുക, അല്ലെ? ഒരു സ്പെസിഫിക് സമയത്താണ് നമുക്കത് വരിക. ഒരു എക്സാം ഹാളിലോട്ട് കയറുന്ന സമയത്തായിരിക്കും നെർവസ് വരിക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. മൂന്നെണ്ണമാണല്ലോ എന്ന് പറഞ്ഞു, എന്താ കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി, ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ഇതാണുള്ളത്, ട്രൈറ്റ്സ് ആണുള്ളത് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following provides a framework of ideals and values for Indian constitution, Indian administration? ഇതും വീണ്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൺസെപ്റ്റ്, ലോ എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിന് അതിന്റെ ബേസിക് വാല്യൂസ്, ഫ്രെയിംവർക്ക്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെ നിന്നാണ് ചോദിക്കുന്നത്? പ്രിയാമ്പിൾ ആണോ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണോ, DPSP ആണോ? കറക്റ്റ് ആൻസർ ഈസ് പ്രിയാമ്പിൾ, അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് പ്രിയാമ്പിളുമായിട്ട് കുറച്ചധികം കാര്യങ്ങൾ നോക്കാനുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് പ്രിയാമ്പിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. പ്രിയാമ്പിളിൽ മെയിൻ ആയിട്ട് പറയുന്ന 5 ടേമുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്താണ്? ഇന്ത്യ ടു ബി എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഇന്ത്യ ഇസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഈ 5 ടേമുകളും ഇന്ത്യൻ പ്രിയാമ്പിൾ ഡിക്ലെയർ ചെയ്യുന്ന സാധനമാണ്, മനസ്സിലാക്കി വെക്കുക. അതുപോലെ പ്രിയാമ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ബൈ ജവഹർലാൽ നെഹ്റു. 1946 ഈ പ്രിയാമ്പിൾ എന്ത് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്? ജവഹർലാൽ നെഹ്റു 1946 ഭരണഘടനാ നിർമ്മിതി ആ സമയത്ത് ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പ്രിയാമ്പിള് വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇത് വേർഡ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന 3 ടേമുകള് പ്രിയാമ്പിളിലോട്ട് ആഡ് ചെയ്യപ്പെട്ടു. എപ്പോഴാണെന്നറിയോ? 1976 ബൈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. ഇതൊക്കെ പഠിച്ചു വെക്കട്ടോ. ഈ 3 ടേമുകള് ഏത് ആക്ടിന്റെ അണ്ടറിലാണ് അല്ലെങ്കിൽ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലാണ് ആഡ് ചെയ്യുന്ന പെട്ടെന്നൊക്കെ ചോദിക്കും. സോ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലാണ് ഈ 3 ടേമുകളും ഇന്ത്യൻ പ്രിയാമ്പിളിലോട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നോക്കാനുള്ളത്. ഓക്കെ.